അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അപ്പോൾ നമ്മൾ ലിയാക്കത്തിൻ്റെ വീഡിയോക്ക് കുറേ ദിവസം മുമ്പ് റിയാക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ വരാൻ കാരണം ഡോക്ടർ അനിൽ മുഹമ്മദ്, എല്ലാവർക്കും അറിയാലോ. ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്, ജൻഷൻ ഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. ഏകദേശം 7 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ആനുകാലികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഹേമ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോക്ക് ഒരു മറുപടിയായിട്ട് ലിയാഖത്ത് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ പ്രസ്താവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ചുമാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ പൊതുവായിട്ട് സ്ത്രീകളെ കുറിച്ചും മറ്റും കാര്യങ്ങൾ പറഞ്ഞു ആനുകാലികമായിട്ട് വിഷയങ്ങൾക്ക് മറുപടി പറയുന്ന ഒരാളാണ് ജൻഷൻ ഹാക്ക്, അതായത് ഡോക്ടർ അനിൽ മുഹമ്മദ്. അപ്പോൾ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട്, ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടും ഇദ്ദേഹം ചില ഇസ്ലാമിക കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും ഇദ്ദേഹത്തിന് ഒരു മറുപടി ആയിക്കൊണ്ടാണ് ലിയാഖത്ത് അലി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സത്യത്തിലേക്കുള്ള പാത, അതായത് പാത്ത് ടു ട്രൂത്തിൽ ഒരുപാട് മറുപടി ഈ പറഞ്ഞ ലിയാഖത്ത് അലിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിലെന്നാ കാണാമെന്നൊക്കെ പറഞ്ഞ ആള് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്നൊക്കെയാണ്. പക്ഷെ ഈ തിരക്ക് ആയിരുന്ന ആള് എങ്ങനെ ഇതുപോലുള്ള ജൻഷൻ ഹാക്ക് പോലുള്ള അതേപോലെ ഒരുപാട് വീഡിയോസ് ഇയാൾ ലൈവായിട്ട് ഒരു ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും അധിക ദിവസങ്ങളിലും MM അക്ബറിനും അതേപോലെയുള്ള വീഡിയോസിനൊക്കെ റിയാക്ട് ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ അപഹാസ്യമായിട്ട് തോന്നുന്നത്. കാരണം ഒരു സത്യസന്ധമായിട്ട് വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ ഏതൊരു വീഡിയോക്കും അയാൾ മറുപടി പറയണം. ആര് ചർച്ചയ്ക്ക് വിളിച്ചാലും സമയം ഇല്ലെങ്കിലും ഓക്കെ, സമയം ഉണ്ടെങ്കിൽ അദ്ദേഹം വരേണ്ടതുണ്ട്. കാരണം സത്യം മനസ്സിലാക്കേണ്ട ആളാണെങ്കിൽ. പക്ഷെ ഇദ്ദേഹം വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് വിമർശിക്കുന്നത്. പഠിക്കാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ ആരെ വിമർശിക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി വിമർശിക്കുകയാണെങ്കിൽ അത് ഓക്കെ. മറ്റത് വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ ഇതാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ദിലീപ് യൂസുഫ് ഖാൻ. അപ്പോൾ ദിലീപ് ഖാൻ സംസാരിച്ചു തുടങ്ങിക്കോ. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. വലൈക്കും അസ്സലാം. ഓക്കെ, മറ്റൊരു വീഡിയോയോടുകൂടി നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. നമ്മുടെ പുതിയ പ്രേക്ഷകർ ആരെങ്കിലും ഇത് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ചാനലിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പിന്നെ ടോപ്പിക്കിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ യൂട്യൂബ് ചാനലായ പാത്ത് ടു ട്രൂത്ത് എന്നുള്ളത് ഒരു കൂട്ടായ്മ, സത്യത്തിലേക്കുള്ള പാത എന്ന ക്ലബ് ഹൗസ് കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായ ഒരു ചാനലാണിത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ക്ലബ് ഹൗസ് തുടങ്ങിയ കാലം മുതൽ ഈ സത്യത്തിലേക്കുള്ള പാത എന്നുള്ള ഈ ടീം അവിടെ നിരന്തരം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ലിയാഖത്ത് അലി, ജബ്ബാർ, ആരിഫ്, ജാമിദ് അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് അവരുടെ ആരോപണങ്ങൾക്ക് നമ്മൾ മറുപടിയും നേരിട്ട് ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെ എല്ലാം ആക്റ്റീവായിട്ട് അവിടെ നടത്തിയിരുന്ന ഒരു കൂട്ടായ്മയാണ് സത്യത്തിലേക്കുള്ള പാത എന്നുള്ളത്. അവിടെ ഒരു 3 വർഷമായിട്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഇസ്ലാമിന്റെ ദാവാ പ്രവർത്തനങ്ങളും വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ളതാണ്, ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഒരു പ്രധാന ദൗത്യം. അതിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ അവിടെ പ്രവർത്തിച്ചിട്ട് ഇപ്പം അവിടുത്തെ ക്ലബ് ഹൗസിലെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, വളരെ നല്ല രീതിയിലല്ല അത് പോകുന്നത് എന്നതുകൊണ്ട് പതുക്കെ നമ്മൾ യൂട്യൂബിലേക്ക് മാറി നമ്മുടെ പണ്ട് നടത്തിയിരുന്ന പല ചർച്ചകളും യൂട്യൂബിൽ തന്നെ കാണാം. ക്ലബ് ഹൗസ് ചർച്ചകൾ യൂട്യൂബിൽ കാണാം. അതല്ലാതെ ഇപ്പം യൂട്യൂബിൽ ഡയറക്റ്റ് ലൈവും അല്ലാതെയുള്ള ഇസ്ലാം സംബന്ധമായ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി കൊടുക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം. അപ്പം പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. അതുപോലെ തന്നെ ഇന്ന് പല യുവാക്കളും യുവതികളും ഈ എക്സ് മുസ്ലിം എന്നും നാസ്തികൻ മാറെന്നും പറഞ്ഞിട്ട് ഇസ്ലാമിനെ പല സൈഡിൽ നിന്നും ആക്രമിച്ചുകൊണ്ട് വസ്തുതയ്ക്ക് നിരക്കാത്തത് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തിനെയും ഹദീസിനെയും എല്ലാം തെറ്റായിട്ട് വക്രീകരിച്ച് വസ്തുതയ്ക്ക് ഒട്ടും ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ഗാങ് നമ്മുടെ ചുറ്റിനുമുണ്ട്. എല്ലായിടത്തും അവർ ഉണ്ട്. അവരുടെ വീഡിയോകൾ ആളുകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ആ വീഡിയോകൾ കണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വന്ന് എന്തെങ്കിലും ഡൗട്ട് ഇത് ശരിയാണോ
എന്നുള്ള രീതിയിലുള്ള ഡൗട്ടുകൾ തോന്നുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട്, അങ്ങനെ മതം വിട്ടു പോയവരുണ്ടെങ്കിൽ, ഇനി മതം ഇത് ശരിയല്ല എന്ന് ഡൗട്ട് വരുന്ന ആൾക്കാർ ആരാണെങ്കിലും നമ്മൾ ഷമീറിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ആ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സാപ്പ് വോയിസ് മെസ്സേജ് ആയിട്ട്, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയം അനുസരിച്ച് അതിന് വോയിസിലായിട്ടോ മറ്റൊരു ടെക്സ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ റെഫർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. എന്നുവെച്ചാൽ ഇത് പല സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് പേര് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തെറ്റായ ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ആൾക്കാരുടെ മനസ്സിൽ ഡൗട്ട് വരുത്താൻ ആർക്കും പറ്റും. ശരിയായ സിദ്ധാന്തം തന്നെ വേണമെന്നില്ല, തെറ്റായ സിദ്ധാന്തങ്ങളാണെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ ഡൗട്ട് വരുത്താൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ശൈത്താൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇസ്ലാമിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പല രീതിയിൽ ശൈത്താൻ വന്നിട്ട് നമ്മളെ ഈമാനിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിന്റെ ഒരു രീതിയാണ് ഇപ്പം ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ അവരോട് മക്കൾ ഇങ്ങനെ ഡൗട്ടിലുണ്ട് എന്നൊരു സംശയം എന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് ഞങ്ങളായിട്ട് ബന്ധപ്പെടുത്തുക, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഇത് നമുക്ക് ഇൻട്രൊഡക്ഷനിലൂടെ പറഞ്ഞിട്ട് നേരെ നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോകാം. ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്ത ഒരു വീഡിയോയ്ക്ക്, ഒരു ഹ്രസ്വമായ ഒരു വീഡിയോയ്ക്ക് 1 മണിക്കൂറോളം നിന്ന് ലിയാഖത്ത് അലി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു വീഡിയോയ്ക്കുള്ള മറുപടി എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ മെയിൻ വിഷയം. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ടോപ്പിക്കിലെ അതിന്റെ മർമ്മം. അതിനെ വെച്ചിട്ടാണ് ലിയാഖത്ത് അലി അത് വിമർശിച്ചിരിക്കുന്നത്. നമ്മളത് കുറെ ക്ലിപ്പുകളായിട്ട് നിങ്ങളെ കേൾപ്പിക്കും, എന്നിട്ട് അതിനുള്ള മറുപടി നമ്മൾ പറയും. അപ്പം നിങ്ങൾക്ക് അതിന്റെ പൊള്ളത്തരങ്ങൾ, ഈ ലിയാഖത്ത് അലിയെ പോലുള്ള ആൾക്കാർ വെക്കുന്ന പൊള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അപ്പോൾ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പേ ചെറിയ ഒരു പൊതുവായ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പിന്നെ ക്ലിപ്പിംഗ് മറുപടിയിലേക്ക് പോവാം. സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വിമർശകർ വെക്കുന്നത് വാദം മെയിനായിട്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധതയാണ്, അത് സ്ത്രീക്കുള്ള അവകാശങ്ങൾ നൽകുന്നില്ല, അങ്ങനെയുള്ള കുറെ കാര്യം പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വയ്ക്കുന്നത് സ്ത്രീയുടെ ഇസ്ലാം സ്ത്രീക്ക് നിഷ്കർഷിച്ചു കൊടുത്തിരിക്കുന്ന ആ വസ്ത്രത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഇവർ ചെയ്യുക മെയിനായിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അതിനെ ചുറ്റിപ്പറ്റി പറയാനുള്ളത്, ഒരു മാന്യമായ ഡ്രസ്സ് ഇട്ട് ഒരു സ്ത്രീ പുറത്തിറങ്ങണം എന്ന് പറയുന്നത് ഇതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു സ്ത്രീയുടെ കൈയും മുഖവും കാണാം, ബാക്കി ഭാവങ്ങൾ അല്ലെങ്കിൽ ബോഡി മറയണം, അതിന്റെ ബോഡി ഷേപ്പ് കാണുന്നതിനൊക്കെയുള്ള ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നത് കൊണ്ട് അതിനകത്ത് എന്ത് സ്ത്രീ വിരുദ്ധതയാണ് ഉള്ളത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ ഒരു പുരോഗതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് പുരോഗതി തടയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ ഡ്രസ്സ് നോക്കുക, ഇസ്ലാം പറയുന്ന ആ സ്ത്രീക്ക് പറയുന്ന ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടേക്കുന്നത്. കൈയും മുഖം ഒഴിച്ച് ബാക്കിയൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ എന്ത് പുരോഗതിയാണ് തടയപ്പെട്ടത്? വിദേശത്ത് പോയി ബിരുദങ്ങൾ എടുത്തു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരായി, അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഡ്രസ്സ് ഇത് വലിയ ഒരു പ്രാകൃതമാണ്, ഗോത്രകാലത്തെ കാര്യമാണ് ഇസ്ലാം പറയുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ബേസിസും ഇല്ല. ഈ സ്ത്രീയുടെ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഡ്രസ്സ് ഇടണം, അപ്പോൾ ദേഹം മൂടിയേ പുറത്ത് പോകാവൂ എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. തീർച്ചയാണ്. അത് എങ്ങനെയാണ് പ്രാകൃതമാകുക, എന്തുകൊണ്ടാണ് ആധുനിക അല്ല നിങ്ങൾ പറയുന്നത് എന്നുള്ളത് നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. നിങ്ങൾ ആ തെറ്റായ വാദമാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അതേസമയം തിരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഓരോ വാക്കിലും ലിയാഖത്ത് അലിയെ പോലെ ആൾക്കാർ പറയാം സ്ത്രീയെ ഒരു വസ്തുവായിട്ട് കണ്ടു, ഒരു ഭോഗ വസ്തുവായിട്ട് കണ്ടു എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയാം. ആക്ച്വലി നേരെ തിരിച്ചാണ്. ഈ ആധുനിക ധാർമ്മികത പറയുന്ന ആൾക്കാർ, ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ ഞങ്ങൾ ആധുനികത്തിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് സ്ത്രീ വിരുദ്ധരുടെ ആൾക്കാർ. അവർക്ക് സ്ത്രീകളെ ഡ്രസ്സില്ലാതെ പുറത്ത് കൊണ്ടുവരിക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീ ഹാഫ് നേക്കഡ് ആയിട്ട് അല്ലെങ്കിൽ അർദ്ധ നഗ്നയായിട്ട് ഒരു സ്ത്രീ ഡ്രസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ കാമ കണ്ണുകൾ കൊത്താൻ തന്നെയാണ്, വേറെ എന്താണ് റീസൺ അതിനകത്ത്? അവരങ്ങനെ കൊണ്ടുവരിക്കുന്നത്, നിങ്ങൾ ഇത്രയും ഇസ്ലാമിനെ തെറി വിളിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മെയിനായിട്ട്. ഇസ്ലാം സ്ത്രീക്ക് നല്ലൊരു ഡ്രസ്സ് നിഷ്കർഷിച്ച് കൊടുത്തു. പണ്ട് ഇസ്ലാമിന് മുമ്പുള്ള ബൈസന്റൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ഫുള്ളായിട്ട് മൂടി ഡ്രസ്സ് ഇടുന്നത് റോയൽ ഫാമിലിയുടെ അടയാളങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിലറിയാം, കേരളത്തിൽ സ്ത്രീക്ക് ഡ്രസ്സ് ഇടാൻ അവകാശമില്ലായിരുന്നു. അത് ഫൈറ്റ് ചെയ്ത് ഒരുപാട് ജീവനും ത്യാഗം സഹിച്ച് സ്ത്രീകൾ തിരിച്ചു പിടിച്ചതാണ് അവരുടെ ഇത് മറക്കുക എന്നുള്ളത്. അത് ഇല്ലാതാക്കാൻ നോക്കുന്നതാണ് ഈ ലിയാഖത്തിലെ ഉള്ള വിമർശകർ. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്, ആ ഒരു ഗുണമാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. സമൂഹത്തിന് ചെയ്യുന്ന ദോഷം സ്ത്രീയെ അർദ്ധനഗ്നയാക്കി പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈസി ആയിട്ട് നടക്കും.
പിന്നെ അവർ പറയും ഞങ്ങൾക്ക് സ്ത്രീക്ക് കൺസെന്റ് ചോദിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഏത് സ്ത്രീയുടെ കൺസെന്റ് മാത്രം മതി, മാരേജ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്കില്ല. ആർക്ക് ഇതിനെക്കുറിച്ച് ക്ലബ് ഹൗസിൽ ഒരുപാട് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവരുടെ ഒക്കെ മുഖം മൂടി നമ്മൾ വലിച്ചു കീറിയതാണ്. എന്തെല്ലാം വൃത്തികേടുകളും അശ്ലീലങ്ങളാണ് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാർ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. അവരുടെ രഹസ്യ ക്ലാസ്സുകൾ എങ്ങനെയാണ് സ്ത്രീകളെ ഇത് ചെയ്യേണ്ടത് നോക്കേണ്ടതെന്നുള്ളത് വെറും കച്ചവട വസ്തുവായിട്ടും ഭോഗ വസ്തുവായിട്ടും കാണുന്നത് നിങ്ങൾ എക്സ് മുസ്ലിംസ് ആണ്. ലിയാഖത്തിൽ അതിനെ കുറിച്ചൊരു വാക്ക് മിണ്ടുന്നില്ലല്ലോ. ഇപ്പം ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് പോയി നിൽക്കുന്ന ആ തട്ടകം, അതായത് നിരീശ്വരവാദം, അതിൽ സ്ത്രീക്ക് എന്താണ് ചാൻസ് പറയൂ? ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇവിടെ അല്ലെങ്കിൽ മറ്റ് ചെയ്യുന്ന നിരീശ്വരവാദികൾ സ്ത്രീയെ കാണുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ടുണ്ടോ? സിനിമയിൽ സ്ത്രീകളെ കുറിച്ച് എങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ഒരു ഭോഗവസ്തുവായിട്ടല്ല അതിനകത്ത് കാണിക്കുന്നത്, വെറുതെ ഒരു 2 പീസ് ഡ്രസ്സ് ഇട്ടിട്ട് അവർ ഡാൻസ് കളിക്കാൻ വിടുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും റിയാഖത്തിൽ പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാം അല്ല ഒരു സ്ത്രീയെ കച്ചവട വസ്തുവാക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ കാണിക്കരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പോലെ ആൾക്കാരാണ് സ്ത്രീകളെ കച്ചവട വസ്തുവായിട്ടും ഭോഗവസ്തുവായിട്ടും കാണുന്നത്. എന്തിനാ ഒരു സ്ത്രീയെ 2 പീസിൽ ഡാൻസ് അടിക്കുന്നത്? കൂടെ ആടുന്ന ഹീറോ വന്നിട്ട് ഫുള്ള് യൂണിഫോമിൽ, അല്ലെങ്കിൽ ഫുൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും ഇട്ടിട്ടാണ് ആടുന്നത്. വലിയ സൂപ്പർ സ്റ്റാറുകളാണെങ്കിൽ പോലും സിനിമയിൽ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ് പുതിയ സംഭവം അല്ല, പണ്ടേ ഉണ്ട്. പണ്ട് ഈ ആടാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ത്രീയെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നായികമാർ തന്നെ, നല്ല ഫേമസ് നായികമാരെ ആ കഥയിൽ ഒരു റോളും കാണത്തില്ല അവർക്ക്. അവർ ആ ഒരു 5 മിനിറ്റ് സിനിമ, ഒരു പാട്ട് സീനിന് മാത്രം എങ്ങനെയൊക്കെ വൾഗറായിട്ട് കാണിക്കാവോ കൊണ്ടുവന്ന് ഈ നായകനായിട്ട് ഡാൻസ് അടിച്ചിട്ട് അതോടെ ആ സീനോടെ ആ സ്ത്രീ പോകും. ഞാൻ പറയുന്നത് എന്തിനാ ഇത്? നിങ്ങൾ ആ നിരീശ്വരവാദം, നിങ്ങളുടെ ആ ആധുനികതയല്ലേ ആ സ്ത്രീ കച്ചവട വസ്തുവാക്കുന്നത്. ആ സ്ത്രീയുടെ ശരീരം കച്ചവട വസ്തുവാക്കുന്നു നിങ്ങൾ. ഇസ്ലാം അതിനെ എതിര് പറഞ്ഞതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. പിന്നെ ഡ്രസ്സിനെ കുറിച്ചാണല്ലോ ഇസ്ലാം എന്തിനാണ് ഇങ്ങനെ മൂടാൻ പറയുന്നത്? അവർ കൂട്ടിലടയ്ക്കാൻ പറയുന്നു. നിങ്ങളിപ്പോൾ ഇത് ശരിയാണെന്ന് പറയണോ? സ്ത്രീകളെ ഇങ്ങനെ ഇട്ട് ആടിക്കാവോ? പിന്നെ അടുത്ത പറയുന്നത് സ്ത്രീകൾ ഡ്രസ്സ് ഇട്ട് വന്നില്ലെങ്കിൽ പുരുഷൻ ആക്രമിക്കുമെന്ന് പറയുന്നു. പുരുഷന്റെ കണ്ണങ്ങോട്ട് പോകത്തില്ലെന്നാണ് ഒരു പറയാ. ഞാനൊന്നും അങ്ങനത്തെ ആളല്ല, ഞാൻ അങ്ങനെ തല ഒലിച്ച് ഇങ്ങനെ പോകുന്ന ആളാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ലേഖത്തിൽ ഇങ്ങനെയുള്ള സിനിമ കാണുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുവാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. ഇങ്ങനെയുള്ള ഐറ്റം ഡാൻസ് ഓടുമ്പോൾ ലേഖത്തിൽ കണ്ണടച്ചിരിക്കുവോ? അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചിരിക്കുന്ന ആളാണെങ്കിൽ അത് തെറ്റാന്ന് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അതുപോലെ ആ പ്രൊഡ്യൂസർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ കൊടുത്ത് അങ്ങനെയുള്ള വലിയ നടിമാരെ കൊണ്ടുവന്ന് ഡാൻസ് അടിക്കുന്നതിന് ഓൾറെഡി ഹീറോ ഉണ്ട്, നല്ല സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്, അത് ഓടും. ആ കഥയും സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ പടം ഓടി പൈസ തരും. പക്ഷെ അതിന്റെ ഈ ഒരു ഐറ്റം ഡാൻസ് വെക്കുന്നത് എന്തിനാണ്? ആ 1 കോടി ആ നടിക്ക് കൊടുത്താൽ 10 കോടി അല്ലെങ്കിൽ 20 കോടിയായിട്ട് തിരിച്ചു വരും. അത് കാണാൻ ആൾക്കാർ കയറും. നിങ്ങൾ ആൾക്കാരെല്ലാം കണ്ണ് താഴ്ത്തിയാൽ എന്തൊക്കെയോ പറയുന്നത് ഈ വീഡിയോയിൽ. അവസാനം ഞാൻ മൊത്തത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതേ ഉള്ളൂ. ഇത് നിഗൂഢമായ ഈ ചലച്ചിത്ര മേഖലക്കുള്ളിൽ മാത്രം നടക്കുന്നതാണ്, ചില മതസ്ഥാപനങ്ങളിൽ മാത്രം നടക്കുന്നതാണ്. പൊതുവായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. ഇത് പൊതുവല്ലേ? സിനിമ എന്നുള്ളത് പൊതുവല്ലേ? എന്തിനാണ് ആ പടം ഇട്ടേക്കുന്നത്? ആ നായികയെ കൊണ്ട് ആടിക്കുന്നത് എന്തിനാണ്? ആണുകൾ കാണും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം സിനിമയിൽ കാണുന്ന ആണുകൾ തന്നെയല്ലേ പുറത്ത് റോഡിലുള്ളത്. ഈ ടിക്കറ്റ് കൊടുത്ത് കാണുന്ന ആൾക്കാർ എന്തിനാ? ഈ ടിക്കറ്റ് പ്രൊഡ്യൂസർക്ക് അറിയാം ഈ അർദ്ധനഗ്നായിട്ടിട്ട സ്ത്രീയിലിട്ട ആൾ വരുമോ ഇല്ലയോ എന്നുള്ളത്. അതിന് ആൾ കയറും. ആ ഡാൻസ് ഇട്ടാലേ പടം വിജയിക്കൂ. ഇന്ന് അതാരും മതസ്ഥാപനങ്ങളിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലുള്ള മാത്രമല്ല സിനിമ കാണുന്നത്. പൊതുധാരയിൽ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാർ തന്നെയാണ് ടിക്കറ്റ് ഇട്ട് പോയി കാണുന്നത്. ആ പണം ഇറക്കുന്ന ആൾക്കറിയാം ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത്. ചൂണ്ടിട്ടാൽ ആൾക്കാർ കൊത്തും എന്നുള്ളത് അറിയാം. അപ്പോൾ അതേ സംഭവം സിനിമയിൽ കാണുന്ന അതേ സംഭവം തന്നെയാണ് പുറത്തുള്ളത്. പുറത്ത് അതേപോലെ ഡ്രസ് ഇട്ടുകൊണ്ട് പോയാൽ ആൾക്കാർ കാണും എവിടാണ് കണ്ണു പോകേണ്ടത്. ഏതൊക്കെ സിനിമയിൽ ചില അംഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് എന്തിനാണ്? അത് ആൾക്കാരെ അത് കാണുമ്പോൾ ത്രസിപ്പിക്കും. അല്ല, അത് തന്നെയാണ് ഇപ്പൊ പുറത്തുള്ളപ്പോൾ അത് തന്നെയാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചില ഫ്ലൈറ്റിലൊക്കെ ചില സ്ത്രീകളത് വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു ട്രൗസറിന്റെ അത്രയുള്ള ഒരു എന്താ പറയാ, അതിന് പാന്റ് എന്താ പറയാ, അതിന് പാന്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ട്രൗസറിന്റെ അത്രയുള്ള തുണി അത്ര ഉണ്ടാവുള്ളൂ. അത് അധിക ഫ്ലൈറ്റിലും അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടി? ഒരു ബിസിനസ്സാണ്. അതേ സ്ഥാനത്ത് അതിലുള്ള പുരുഷന്മാരെ വസ്ത്രം നോക്കൂ. വളരെ മറ്റേ ഒരു ടീഷർട്ട് അത് ഇന്ന ചെയ്തിട്ട് അടിപൊളി ഒരു പാന്റ്, ഷൂവ്, പിന്നെ ഒരു ടൈ, കഴുത്തിലൊരു ടൈ, തലയിലൊരു തൊപ്പി, വളരെ വൃത്തിയുള്ള വസ്ത്രം. അതേ സ്ഥാനത്ത് സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഇസ്ലാമിനെതിരാണ്. അപ്പൊ ഇസ്ലാമിന് എതിരാണ് ഇവര്. എന്താണ്? കച്ചവടത്തിനെതിരായത് കൊണ്ട് തന്നെ ഇസ്ലാമിനെതിരാണ്. ശരിക്കും സ്ത്രീയെ കൃത്യമായിട്ട് അവിടെ എന്താ പറയാ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ വസ്ത്രം കൊണ്ട് എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം വസ്ത്രം എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. അത് മനുഷ്യന് പല കാര്യത്തിൽ നിന്നും
പ്രൊട്ടക്ഷനാണ് ഈ വസ്ത്രം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് കേൾപ്പിച്ച് മറുപടിയിലേക്ക് കിടക്കല്ലേ, കൂടുതൽ ദീർഘിപ്പിക്കണ്ടല്ലോ. അല്ല ക്ലിപ്പ് പിന്നെ കേൾപ്പിക്കാം. ക്ലിപ്പ് പിന്നെ കേൾപ്പിക്കാം. ധൃതി ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, നമുക്ക് വലിയ ലോങ് ആക്കണ്ട വെച്ചിട്ടാ വീഡിയോ. അല്ല ലോങ് ഇല്ല, കുഴപ്പമില്ല. ക്ലിപ്പ് കേൾപ്പിച്ചാലും കുഴപ്പമില്ല. ഇത് ഒരു ഒറ്റ നിർത്തിയിട്ട് നമുക്ക് അടുത്ത പാട്ട് പിന്നെ ചെയ്യാം. ഇത് പറയാനുള്ള നമുക്ക് ഫുള്ള് പറയട്ടെ. ക്ലിപ്പ് കേൾപ്പിച്ചില്ലെങ്കിലും അതിനകത്ത് പൊതുവെ ലിയാഖത്തിൽ പറഞ്ഞ കാര്യത്തിനെല്ലാം മൊത്തത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലിപ്പ് കേൾപ്പിക്കാം. ക്ലിപ്പ് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനൊക്കെ മറുപടി പറയട്ടെ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഷമീർ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ മാത്രമല്ല, സ്കൂളിന്റെ ഡ്രസ്സ് നോക്കിയാൽ കുറച്ച് നാൾ മുമ്പ് എങ്ങനെയായിരുന്നു? ഈ ഊട്ടി കോൺവെന്റ് ആണെങ്കിലും വേറെ ഏത് ആണെങ്കിലും ടൈയും ഷർട്ടും കോട്ടും ഫുൾ പാൻസും ആണ് ആമ്പിളറുടെ ഡ്രസ്സ്. പെണ്ണുങ്ങളുടെ ഡ്രസ്സ് നോക്കെ ഹാഫ് സ്കേർട്സ്, ഒന്ന് കുനിഞ്ഞാൽ അത് തോട കാണുന്ന നടക്കും, ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തോട കാണുന്ന നടക്കും. എന്തിനാണ് നിങ്ങൾ ഈ ഷർട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്? എന്ത് പുരോഗതിയാണ്? ഇങ്ങനെ എടുത്ത് പഠിച്ചാൽ സ്ത്രീകൾക്ക് ബുദ്ധി കൂടുവോ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവോ? അതാ ഇരിക്കുന്ന ആമ്പിളറുടെ ശ്രദ്ധ പോയി അവ ഇല്ലാതാവോ? അപ്പം സത്യത്തിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ, ലിയാഖത്തിൽ സത്യത്തിലും സ്ത്രീയെ കുറിച്ച് സംസാരിക്കും, ഇതെല്ലാം എതിർക്കേണ്ടത്. അയാൾ എവിടെയെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ എതിർക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതിനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാമിനെ പ്രാകൃതമാണ്, അല്ലെങ്കിൽ ഗോത്രകാല നിയമമാണ്, സ്ത്രീകളെ കൂട്ടിലടച്ചു വെക്കുന്നു എന്ന് പറയാൻ എങ്ങനെ നാവ് ഇഷ്ടമാണ് നിങ്ങളൊക്കെ നാവ് വളയുന്നത്? നിങ്ങളുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്ന നമുക്ക് അറിയത്തില്ലേ? ഒരു സ്ത്രീ ഇസ്ലാം വിട്ട് പോയ സ്ത്രീ അകത്ത് ചെന്നോടനെ ആങ്ങളമാരെല്ലാം കൺസേൺ ആങ്ങളമാരെല്ലാം കൂടിയിട്ട് എന്താ ചെയ്യുന്നുള്ളത് ഒരു വളരെ ഫേമസ് ആയ ഒരു എക്സ് മുസ്ലിം പറഞ്ഞതാണ്. നമ്മളൊന്നും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല അവർ റിയാക്ഷൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങോട്ടേക്കാ ഈ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? മഹറം പാടില്ല, അല്ലെങ്കിൽ ഒരു വലി വെച്ച് കല്യാണം കഴിപ്പിക്കാൻ പാടില്ല, അത് ഭയങ്കര വിരുദ്ധതയാണ്. ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സ് 19 20 വയസ്സ് സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ ഒരു യൗവന പ്രായത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരാൾ വന്ന് കൺസേൺ ചോദിച്ചാൽ ആ സമയത്ത് അവർക്ക് വേറെ ഒന്നും തോന്നത്തില്ല. ഇമോഷൻ അങ്ങനെ കൂടി നിൽക്കുന്ന ഒരു പ്രായമാണ്. ആരൊന്നും പറഞ്ഞാലും അവരുടെ കുട്ടി ആ സമയത്ത് അവർക്ക് വേറെ ഒന്നും കാണത്തില്ല, ആ ഇമോഷൻ മാത്രമേ നിൽക്കത്തുള്ളൂ, അവരുടെ കൂടെ പോകും. അപ്പൊ ഇവർ പറയുന്നത്, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ കല്യാണം കഴിക്കുന്നെങ്കിൽ പോലും അങ്ങനെ പോയി വീടരുത്. അതൊരു രക്ഷകർത്താവിന്റെ അഡ്വൈസിലൂടെ അവരുടെ ആ ഒരു ഗൈഡൻസിലേ അത് ചെയ്യാവൂ. സ്ത്രീ പറ്റിക്കപ്പെടും. എത്ര പേരെ ഇതിനെ കൊണ്ടുപോയിട്ട് ഊട്ടി ബസ് സ്റ്റാൻഡിലും അവിടെയൊക്കെ കളഞ്ഞിട്ട് പോയ എത്രയോ പേരുണ്ട്. നിങ്ങളൊക്കെ കൺസെന്റ് പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഇന്നൊരു കൺസെന്റ് ഓർഗനൈസേഷൻ ആയിട്ട് എക്സ് മുസ്ലിം ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നിരീശ്വരവാദി എന്നും പറഞ്ഞ് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ഇതൊന്നും ഇല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്കല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ഇപ്പം അങ്ങനെ പണ്ട് ഇന്ന് കൺസെന്റ് കഴിഞ്ഞാൽ കൺസെന്റ് മുറിച്ചിട്ട് അടുത്തയിലോട്ട് പോവാം. ഇപ്പൊ ഈ സിനിമയിൽ നടന്നത് തന്നെ എന്താ? എത്ര വർഷം കഴിഞ്ഞാണ് അവർ പറയുന്നത്? അതെല്ലാം കൺസെന്റ് കൂടെ നടന്നതല്ലേ അന്നത്തെ കാലത്ത്. ഇപ്പൊ ഓരോ നടിമാര് പല്ല് കടിച്ച് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാതെയാണ് ആ ഓരോ നടന്മാരുടെ കൂടെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവർ പറയുന്നു കൺസെന്റ് കിട്ടിയാൽ എല്ലാം ചെയ്യാന്നുള്ളതാണ്. കൺസെന്റ് ആ സ്ത്രീ എന്തുകൊണ്ട് തരുന്നു? അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, പണമില്ല, പല രീതിയിലും കൺസൾട്ട് വരും. അത് മുതലാക്കാൻ ആൾക്കാരില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. എത്രയോ വെളിയിലും ഇത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്തോ വിവേകത്തിൽ പറയുന്നതായിട്ട് സിനിമയിൽ മാത്രമാണ് നടക്കുന്നത്. എവിടെ എല്ലാം സ്ത്രീ പുരുഷൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ വിടുന്നുണ്ടോ അവിടെ എല്ലാം ഈ പ്രശ്നം നടക്കും. ബസ്സിൽ നടക്കുന്നില്ലേ, മഠങ്ങളിൽ നടക്കുന്നില്ലേ, ഓഫീസുകളിൽ നടക്കുന്നില്ല, സ്കൂളിൽ നടക്കുന്നില്ലേ? സാറന്മാരുടെ എടുത്ത് നോക്ക്, എത്ര പേരെ പറയാൻ പറ്റാതെ സ്ത്രീകൾ കുട്ടികൾ ഇത് ചെയ്യുന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ നിങ്ങൾ അഴിച്ചാടി വിട്ടാൽ, സ്ത്രീ ഡ്രസ് ഇല്ലാതെ വിട്ടാൽ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നിച്ചിങ്ങനെ നിർത്തിയാൽ അത് പ്രശ്നമാവും തന്നെയാണല്ലോ എന്റെ റിസൾട്ട്, എന്റെ ആൻസർ. ഇപ്പോൾ ലിയാഖത്ത് പറയുന്നത് ആണുങ്ങൾ ഇങ്ങനെ ചെയ്യിക്കുന്നതാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ വേദം കൊണ്ട് അവർക്കൊന്നുമില്ല. വേദം എന്ന് പറഞ്ഞാൽ വേദം എങ്ങനെ നടക്കുന്നു? കൊലപാതകം ചെയ്യും, മോഷ്ടിക്കും, വഞ്ചിക്കും, എല്ലാം ഉണ്ടല്ലോ. അതിനുള്ള റൂളല്ലേ പറഞ്ഞേക്കുന്നത്. വഞ്ചിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, വഞ്ചിക്കരുതെന്ന് പറയാൻ, അതിനാണല്ലോ വേദം ഇറങ്ങി അതിന് ചെയ്യരുതെന്ന് പറയാൻ. പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുന്നത് വളരെ ബാലിശമാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവര് ഈ പേരും പറഞ്ഞ് സ്ത്രീകളെ ചാടിക്കുക, പുറത്ത് ചാടിക്കുക, ഡ്രസ്സില്ലാതെ പുറത്ത് ചാടിക്കുക. അവർക്ക് കൺസെന്റ് വേണം. ആ ചെറുപ്രായത്തിൽ അവരെ പറ്റിച്ച് കളഞ്ഞിട്ട് ആൾ മാറി ഈ കൺസെന്റ് ആ കൺസെന്റ് വേറെ കൺസെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലി എന്നുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കി ഒരു രക്ഷകർത്താവിന്റെ കൺട്രോളിൽ, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൺട്രോളിൽ, അല്ലെങ്കിൽ പിതാവിന്റെ കൺട്രോളിൽ നിൽക്കുന്ന സ്ത്രീകളെ അതൊന്നുമില്ല, സ്ത്രീയും പുരുഷനും ഈക്വലാണ്, അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല സ്ത്രീകളെ. അതാണ് പറയുന്നത് ലിയാഖത്തിൽ. സ്ത്രീയെ നിയന്ത്രിക്കാൻ പാടില്ല, തുറന്ന് വിട്ടേക്കണമെന്നാണ് പറയുന്നത്. അത് സമൂഹത്തിന് ഭയങ്കര ഭവിഷ്യത്താണ്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് വന്നിട്ട് ഒരുപാട് ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് മാറുന്നു, കണ്ട ആൾക്കാരോടെ പോകുന്നു, അതുകൊണ്ട് ഫാമിലിയിൽ വരുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, ലിയാഖത്തിലിയും അവരുടെ ആ കൂട്ടാളികളുടെയും ഈ കൺസെപ്റ്റ് ശരിയല്ല. സ്ത്രീകളെ പ്രാകൃതം എന്ന് പറഞ്ഞിട്ട് അവരെ അല്പവസ്ത്രധാരികളായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൺസെന്റിനും നിങ്ങളുടെ തോന്നിവാസത്തിനും
ഇപ്പം ഈ സിനിമയിൽ പോലും നമ്മൾ മഹർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു എന്താണ് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആളിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുള്ളത് അതിനെ വിമർശിക്കുകയാണ്. അത് സ്ത്രീവിരുദ്ധ, അതിങ്ങനെ സ്ത്രീവിരുദ്ധമാണ്. ഈ സിനിമയിലെ സ്ത്രീകൾ പോലും പറയുന്നത് ഞങ്ങളുടെ കൂടെ ആൾക്കാർ കൂടെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സെക്യൂരിറ്റി കിട്ടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യും നമ്മളെന്നുള്ളത്. ഈ കൺമുമ്പിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് പറയാൻ എങ്ങനെ മനസ്സ് തോന്നുന്നു? ഒരു വളരെ മോശമായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ 6 മണി കഴിഞ്ഞാൽ സെറ്റിൽ നിന്ന് പുറത്ത് പോകും, ഞാൻ അവിടെ നിൽക്കത്തില്ല. എന്നുവെച്ചാൽ അവിടെ തെറ്റായിട്ട് ചാൻസ്. ഇപ്പൊ എവിടെയൊക്കെ ഇങ്ങനെ നിങ്ങൾ ക്ലോസ് ആയിട്ട് ചെയ്യാൻ വരുന്നോ, അവിടെ അവർ നഗ്നതയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവിടെ എല്ലാം തെറ്റ് നടക്കും. അത് ആണുങ്ങളിൽ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആണുങ്ങളൊക്കെ ഇതിനായിട്ട് അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അപ്പം ആണുങ്ങളെല്ലാം തെറ്റി ഞങ്ങൾ മിണ്ടാതിരിക്കണം എന്നുള്ളത്. നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. കാരണങ്ങളാണ്. ഇപ്പം വീട് തുറന്നിട്ട കള്ളൻ വരും, മോഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗവൺമെന്റ് ഇല്ലേ, ഇവിടെ നിയമമില്ലേ? എൻ്റെ വീട് ഞാൻ തുറന്നിടും, കള്ളം വരാൻ നോക്കണം നിങ്ങളാണ് എന്ന് പറയുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ ഓക്കെ, അപ്പൊ ഇതാണ് ജനറലായിട്ട് ഈ ഇസ്ലാം പറയുന്ന ഈ നിയമങ്ങൾ. സ്ത്രീ ആയാലും പുരുഷനായാലും മാന്യമായ ഡ്രസ്സ് ഇടണം, അതിന് ചില റൂളുകളുണ്ട്, എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുണ്ട്, കുടുംബം എന്താണെന്നുണ്ട്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് നല്ല സോഷ്യൽ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ പ്രാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബാലിശമായ വാദമാണ്. നിങ്ങളുടെ സ്റ്റാൻഡ് തെറ്റാണ്, അത് സ്ത്രീകൾക്ക് എതിരാണ്. നിങ്ങളുടെ അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ ഓരോ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ദൈവം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യനെ അറിയുന്ന ദൈവം, അവനെ സൃഷ്ടിച്ച ദൈവം, സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച ദൈവത്തിനറിയാം ഏതൊക്കെ ഡ്രസ്സുകൾ, ആണിന് ഏത് ഡ്രസ്സ് വേണം, പെണ്ണിന് ഏത് ഡ്രസ്സ് വേണം എന്ന് കൃത്യമായിട്ട് പറയാൻ അറിയാം എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും.